ഹായ് ഫ്രണ്ട്സ്, ഐ എം ഷിനി. ഇത് വിനായ്. ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ്. ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റെസിപ്പിക്ക് ഇതുവരെ പേരിട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് അധികം ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല, നേരിട്ട് പണിപ്പേരിലോട്ട് പോയാലോ. ഇതിനായി 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദയും എടുക്കുന്നു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂടാക്കിയ ഓയിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് കുറച്ച് സ്പൈസി ആക്കാൻ വേണ്ടി കുറച്ച് റെഡ് ചില്ലിയും കറിവേപ്പിലയും കൂടെ മിക്സിയിൽ അടിച്ചെടുക്കാം. ഈ മിക്സ് ഇതിലേക്ക് ഇടുക. ഇതിനോടൊപ്പം കുറച്ച് ജീരകപ്പൊടിയും കൂടെ ചേർക്കുക. ജീരകമുള്ളവർ ഈ റെഡ് ചില്ലിയുടെ കൂടെ തന്നെ അത് പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഒരു ചപ്പാത്തി മാവ് പോലെ ഇത് കുഴച്ചെടുക്കുക. ഇത് നമ്മൾ ഒരു ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. വളരെ നൈസായിരിക്കണം. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെച്ച് വട്ടത്തിലാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ഫ്രൈയിങ് പാൻ എടുക്കുക. ഇതിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഓയിൽ അത്യാവശ്യത്തിന് വേണം, കാരണം ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഓയിൽ ഉണ്ടായിരിക്കണം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇതെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് സോസിൻ്റെ കൂടെയോ പുതിന ചട്നിയുടെ കൂടെയോ എല്ലാം നമുക്ക്, അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഈ പേരില്ലാത്ത റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്തതിനു ശേഷം ഇഷ്ടപ്പെട്ട ഒരു പേര് സജസ്റ്റ് ചെയ്യാം. സ്പൈസി പൂരി എന്നോ പക്കോട എന്നോ മസാല പൂരി എന്നോ എന്തുവരെ സജസ്റ്റ് ചെയ്യാം. പേരെന്തായാലും സംഭവം ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.